43-ാമത്തെ ആയത്തിൻ്റെ വിശദീകരണമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 42-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുകയും ഓരോ വ്യക്തിയും മരിക്കുന്ന സമയത്തും ഉറക്കിൻ്റെ സമയങ്ങളിലും അല്ലാഹു തആല ആത്മാവിനെ പിടിച്ചെടുക്കുന്നു എന്നും മരണം വിധിച്ചവരുടേത് അല്ലാഹു പിടിച്ചു വെക്കുകയും അല്ലാത്തവരുടേത് ഒരു നിശ്ചിത അവധി വരേക്ക് രണ്ടാമതും പറഞ്ഞയക്കുകയും ചെയ്യുന്നു എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. എന്നിട്ട് ചിന്തിക്കുന്ന ജനങ്ങൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം അല്ലാഹുവിൻ്റെ ഒരു ചോദ്യത്തിലൂടെയുള്ള ഒരു താരതമ്യമാണ്. അതാണ് അമിത്തഹദു മിൻ ദൂനില്ലാഹി ശുഫഅ. കാര്യം ഇങ്ങനെയൊക്കെ ആയിരിക്കെ അള്ളാഹുവിന് പുറമെ നിങ്ങൾ ശുപാർശകരെ സ്വീകരിക്കുകയാണോ? അതല്ല, ഇത്തഹദു അവർ സ്വീകരിച്ചിരിക്കുന്നു മിൻ ദൂനില്ലാഹി അള്ളാഹുവിന് പുറമെ ശുഫഅ ശുപാർശകരെ. ഖുൽ നബിയെ ചോദിക്കുക, അവരോ കാനൂ ലാ യംലികൂന ഷൈഅൻ വലാ യഅഖിലൂൻ. നിങ്ങൾ ആ ശുപാർശകരായി സ്വീകരിച്ച ആളുകൾ അവർ യാതൊന്നും ഉടമപ്പെടുത്തുകയോ അവർ ചിന്താശേഷി ഇല്ലാതിരിക്കുകയോ ചെയ്തിരുന്നാൽ പോലും, അങ്ങനെയുള്ളവരാണെങ്കിൽ പോലും അവരെ നിങ്ങൾ ശുപാർശകരായി സ്വീകരിക്കുകയാണോ എന്ന് അള്ളാഹു ചോദിച്ചു. അപ്പം ഈ ചോദ്യവും മുമ്പ് പറഞ്ഞ ആയത്തിലെ ആശയവും തമ്മിൽ ബന്ധമുണ്ട്. എന്താ ബന്ധം? മുമ്പ് പറഞ്ഞ ആയത്തിൽ അല്ലാഹു തആല നമ്മൾ ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണമെന്നും അവരവർക്ക് വേണ്ട കാര്യങ്ങൾ അവരവർ തന്നെ ഉണ്ടാക്കി വെക്കണമെന്നുമുള്ള ഒരാശയമാണ് അല്ലാഹു തആല 42-ാമത്തെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. അപ്പം അതിനു വേണ്ടിയാണ് അത് കർമ്മങ്ങളെ ഈ ദുനിയാവിൽ മരിക്കുന്നത് വരെയുള്ള നമ്മുടെ ജീവിതത്തിലെ കർമ്മങ്ങളെ വിചാരണ ചെയ്യുന്ന ഒരു ലോകം മരണത്തിന് ശേഷം വരാനിരിക്കുന്നു എന്ന കാര്യം അത് ഓർമ്മപ്പെടുത്തിയതിനു ശേഷം അവിടേക്ക് നമ്മൾ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത്, അവിടേക്ക് നമ്മുടെ കൈകളിൽ എന്താണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു പോകും എന്നൊരു ചിന്ത മനുഷ്യൻ്റെ ഉള്ളിൽ വരികയാണ്. അതായത് അത് കുഴപ്പമൊന്നുമില്ല, അതെങ്ങനെയെങ്കിലൊക്കെ അവിടെ നമ്മളെ രക്ഷപ്പെടുത്താനും നമ്മളെ രക്ഷിക്കാനൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും, നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ എന്തുകൊണ്ടെങ്കിലൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും എന്ന ഒരു ചിന്ത മനുഷ്യൻ്റെ മനസ്സിൽ വരികയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരുപാട് മറ്റുള്ള ചില മാർഗങ്ങൾ മനുഷ്യന്മാർ സ്വീകരിക്കും. അതിൽപ്പെട്ട ഒന്നാണ് ശുപാർശകരെ സ്വീകരിക്കുക എന്നത്. അതായത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിച്ചാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം ശുപാർശ ചെയ്ത് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ ഇന്ന ആളുകളൊക്കെ ഉണ്ട് എന്ന ഒരു വിശ്വാസം അന്നത്തെ കാലത്ത് തന്നെ ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് അതേ വിശ്വാസം ഒരു മുസ്ലിം സമൂഹത്തിൽ തന്നെ ഒരു വലിയ വിഭാഗം ആളുകൾ കൊണ്ടു നടക്കുന്നു എന്നത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. അതുകൊണ്ട് ശഫാഅത്ത് എന്ന് പറയുന്ന വിഷയം എന്താണ്, അത് നമ്മൾ പഠിക്കണം. എന്താണ് ഷഫാഅത്ത്? ഷഫാഅത്ത് എത്ര വിധമുണ്ട്? അപ്പം ആരാണ് ഷഫീഅയി മാറുക? ഈ ഷഫീഅ എന്നതിന്റെ ബഹുവചനമാണെന്ത്? ഷഫാഅ. അപ്പം അതുകൊണ്ട് എന്തൊക്കെയാണ് ഷഫീഅ, ആരൊക്കെയാണ് ഷഫീഅ, അത് എപ്പോഴൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ഇത് നമ്മൾ പഠിക്കണം. അപ്പം അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഷഫാഅത്തുമായി ബന്ധപ്പെട്ട് ഒരു നോട്ട് നിങ്ങൾ എഴുതണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് നമ്മൾ ആദ്യമായിട്ട് എഴുതിയത് ഷഫാഅത്ത് പ്രധാനമായും 2 തരമുണ്ട്. ഒന്ന് ദുനിയാവിലെ ഷഫാഅത്താണ്, മറ്റൊന്ന് ആഖിറത്തിലെ ഷഫാഅത്താണ്. അപ്പോൾ ദുനിയാവിലെ ഷഫാഅത്തിന്റെ കാര്യത്തിലും നമുക്ക് ചില ശ്രദ്ധയും സൂക്ഷ്മതയൊക്കെ വേണം. ദുനിയാവിലെ ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താണ്, അതൊരു ഒരു റെക്കമെൻഡേഷൻ എന്ന അർത്ഥത്തിലാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ആ വിഷയത്തിൽ വരെ നമുക്ക് എന്ത് വേണം? സൂക്ഷ്മത വേണം. അപ്പോൾ അത് പറഞ്ഞിട്ട് അല്ലാഹു തആല
ആ ഒരു വിഷയത്തെ സൂചിപ്പിച്ചുകൊണ്ട് മറ്റു പല കാര്യങ്ങളും അള്ളാഹു നമ്മുടെ ഹൃദയത്തിലേക്ക് തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സൂറത്ത് നിസാ മറിക്കുക. സൂറത്ത് നിസാ 4-ാം അധ്യായം. അതിലെ 78 മുതൽ 78 മുതൽ 86 വരെയുള്ള ആയത്തുകൾ. ഓതിക്കൊള്ളി. وإن
ഇപ്പോൾ ദുനിയാവിലെ ഷഫാഅത്തുമായി ബന്ധപ്പെട്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മളിപ്പോൾ ഈ കേട്ട ആയത്തിൽ അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് സൂറത്ത് നൂറിലെ എത്രാമത്തെ അല്ല സൂറത്ത് സുമറിലെ എത്രാമത്തെ ആയത്താ? 43. 42-ാമത്തെ ആയത്തിലെ വിഷയം എന്തായിരുന്നു? 42-ാമത്തെ ആയത്തിലെ വിഷയം എന്തായിരുന്നു അല്ലേ? മരണത്തിനെ പറ്റിയല്ലേ? ഇപ്പം നമ്മൾ ഓതാൻ തുടങ്ങിയ ആയത്തുണ്ടല്ലോ, എവിടുന്ന് നമ്മൾ ഓതാൻ തുടങ്ങിയത്? അതിലെ ആദ്യത്തെ ആയത്ത് ഒന്ന് വായിച്ചു നോക്കി. 78-ാമത്തെ ആയത്ത് വായിക്കുക. ഇപ്പൊ ഷഫാഅത്തുമായി, ദുനിയാവിലെ ഷഫാഅത്തുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പൊ നമ്മൾ ഓതിയ ആയത്തുകളിൽ അവസാനത്തെ ആയത്തുകളാണ്. ഇപ്പൊ നമ്മൾ വായിച്ചു തുടങ്ങുന്ന ആദ്യത്തെ ആയത്ത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? മരണവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? തൊട്ടു മുന്നേ സുമറിലെ 42-ാമത്തെ ആയത്ത് മരണമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ? എന്നും രാത്രി നമ്മൾ മരിക്കുന്നു എന്നുള്ളൊരു ആശ നമുക്ക് നൽകിയത് അല്ലെ? തൊട്ടടുത്ത ആയത്ത് എന്താണ്? ഷഫായത്തുമായി ബന്ധപ്പെട്ട്. 42 മരണമായിട്ട് ബന്ധപ്പെട്ട്, 43 ഷഫായത്തായിട്ട് ബന്ധപ്പെട്ട്. ഇവിടെ നമ്മൾ വായിക്കുന്ന ആദ്യത്തെ ആയത്ത് 78-ാമത്തെ ആയത്ത് മരണവുമായി ബന്ധപ്പെട്ട ആയത്താണ്. അവസാന ഭാഗത്താണ് എന്തുമായി ബന്ധപ്പെട്ട ആയത്ത് വരണേ? ഷഫാഅത്തുമായി ബന്ധപ്പെട്ട ആയത്ത് വരണേ. അപ്പൊ എന്തൊക്കെയാണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. അയിന മാ തകൂനു, കൈവച്ചോളൂ വായിക്കിനോടത്ത്. ഈ ആയത്തുകൾ നമ്മൾ ഫുള്ള് വായിച്ചു കഴിയുമ്പോൾ നമുക്കത് കിട്ടും. അയിന മാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്, നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടും. അപ്പം അത് ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ആ 42-ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിൽ നമുക്കത് കിട്ടും. എവിടെയായിരുന്നാലും ഇപ്പം ഖുർആനിൽ അല്ലാഹു തആല ഇതിനെ വിശദീകരിച്ച് വേറെ സ്ഥലത്ത് സൂറത്ത് ലുഖ്മാന്റെ അവസാന ഭാഗത്ത് അല്ലാഹു തആല പറഞ്ഞത് വമാ തദ്രി നഫ്സുൻ ബി അയ്യി അർദിൻ തമൂത്ത്. മാ തദ്രി നഫ്സ്, ഒരു നഫ്സും അറിയില്ല. ബി അയ്യി അർദിൻ തമൂത്ത്, ഏത് ഭൂമിയിൽ വെച്ചാണോ അയാൾ മരിക്കുകയാണ്. കേരളത്തിൽ വെച്ചാണോ തമിഴ്നാട്ടിൽ വെച്ചാണോ അതല്ല വേറെ യാത്ര പോയെടുത്ത് വെച്ചാണോ, എവിടെ ഭൂമിയിൽ, ഏത് ഭൂമിയിൽ എവിടെ വെച്ച് മരിക്കുമെന്ന് ഒരാൾക്കും അറിയില്ല. അത് സൂറത്തുൽ ലുഖ്മാൻ. അതേ ആശയം ഇവിടെ അയിന മാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്. എന്നിട്ട് അല്ലാഹ് പറയാണ് വലൗ കുൻതും, നിങ്ങളായിരുന്നാൽ പോലും ഫി ബുറൂജി മുശയ്യദ, അടച്ചു പൂട്ടപ്പെട്ട ഒരു കോട്ടക്കുള്ളിലാണെങ്കിൽ പോലും. അപ്പൊ തീർന്നു. ഇനി അതിലപ്പുറമൊന്നും പറയില്ല. കാരണം ഒരു കോട്ട എന്ന് പറഞ്ഞ സാധനം എന്താ? കോട്ട എന്ന് പറയുന്നത് കൊട്ടാരത്തിന്റെ ചുറ്റുമതിലാണ് കോട്ട. കൊട്ടാരം എന്ന് പറയുന്നത് രാജാവ് താമസിക്കുന്നതാണ്. ആ നാട്, ആ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി, അയാൾക്ക് മേലെ പിന്നെ ആ നാട്ടിൽ ആരുമില്ല. ആ നാട്ടിൽ വേറെ ആരുമില്ല അയാൾക്ക് മേലെ. അയാൾ താമസിക്കുന്ന, അയാളുടെ താമസ സ്ഥലമാണ് കൊട്ടാരം. ആ കൊട്ടാരത്തിന്റെ ചുറ്റും കെട്ടിയ കോട്ടയാണെന്ത്? ചുറ്റും കെട്ടിയ മതിലാണ് കോട്ട എന്ന് പറഞ്ഞത്. അത് ആ കോട്ട തന്നെ എന്തായിരിക്കും? വലിയ കെട്ടിടത്തിന് സമാനമായിരിക്കും ഉണ്ടാവുക. അവിടെ അംഗരക്ഷകരുണ്ടാകും, രാജ്യത്തിന് പട്ടാളക്കാരുണ്ടാകും, ഇതൊക്കെ ഉണ്ടാകും. അപ്പൊ എത്ര സുരക്ഷിതാവസ്ഥയിൽ നിങ്ങൾ ജീവിക്കുകയാണെങ്കിലും മരണം അതിനൊന്നും എന്തല്ല, തടസ്സമല്ല. മരണം ആ കോട്ടയൊക്കെ ഭേദിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലും. എന്നിട്ട് അല്ലാഹ് പറയാ വഇൻ തുസിബുഹും ഹസനത്തൻ, നിങ്ങൾക്ക് വല്ല നന്മയും ഉണ്ടായാൽ യഖൂലു, അവർ പറയും ഹാദിഹി മിൻ ഇൻദില്ലാ, ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാണെന്ന് പറയും. വൈൻ തുസിബും സയ്യത്തിന്, എന്തെങ്കിലും ഒരു സയ്യത്ത് ഉണ്ടായാൽ, എന്തെങ്കിലും ഒരു ദുരിതം അവർക്ക് വന്നാൽ യഖൂലു, അവർ പറയും ഹാദിഹി മിൻ ഇൻദിക, അത് അന്നെ കൊണ്ടാണെന്ന് പറയും. നബിനോടാ, നബിൻ്റെ കാലത്തുള്ള ആൾക്കാരെ അവരാണല്ലോ നമ്മളെ മുന്നിൽ മാതൃകയായിട്ട് കാണിക്കണത്. അവരെ കാണിച്ചിട്ട് അവരോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കും ബാധകമാണ്. അത് എന്തെങ്കിലും ഹസനത്ത് ഉണ്ടാകുമ്പോൾ, നന്മ ഉണ്ടാകുമ്പോഴൊക്കെ അത് അള്ളാഹ് എന്നാന്ന് പറയും. എന്തെങ്കിലും സയ്യത്ത് വന്നാൽ അതിന് നമ്മൾ ഒരാളെ പൈചാരും. മനസ്സിലായില്ലേ? അപ്പൊ അള്ളാഹ് പറയാണ്. അപ്പൊ നബിനോട് പറയും എന്നെ കൊണ്ടാണ് ഈ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായതെന്ന് പറയും. അവര് പറയും ബാക്കി കുൽ, എന്നാലും പറയാം കുല്ലു മിൻ ഇൻദില്ലാ, ഇതൊക്കെ അള്ളാഹുവിൽ നിന്ന് തന്നെയാണ്. സയ്യിഅത്ത് അള്ളാഹു തരുന്നു എന്നല്ലട്ടാ, അത് നമുക്ക് ഇനി അടുത്ത ആയത്തിൽ മനസ്സിലാവും.
എല്ലാം അള്ളാഹുവിൽ നിന്നാന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാ കാര്യങ്ങളും അതിൻ്റെ എല്ലാം ഇൽമ് ആർക്കുണ്ട്? അള്ളാഹ്. അതിൻ്റെ എല്ലാം അറിവ് അള്ളാഹ്ക്കുണ്ട്. അപ്പൊ നമുക്കൊരു ഹസനത്താണോ സയ്യത്താണോ വരിക എന്നുള്ളത് ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം. പക്ഷെ അള്ളാഹു നമുക്ക് ആത്യന്തികമായി ഹസനത്ത് മാത്രമേ തരുന്നുള്ളൂ. സയ്യത്തിന് നമ്മൾ കൂടി കാരണക്കാരാണ്. അത് ഇനി വരാൻ പോകുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, ഫമാലി ഹാഉലായി, ഈ ജനങ്ങൾക്ക് എന്തു പറ്റി? ഫമാലി ഹാഉലായി, ഈ ജനങ്ങൾക്ക് എന്തു പറ്റി? ലാ യകാദുന യഫ്ഖഹൂന, അത് അവര് ഒരു വിഷയവും ഗ്രഹിക്കുമാറാകുന്നില്ല. നല്ല ഒരു കാര്യം പറഞ്ഞാൽ അവരെന്ത് ചെയ്യണില്ല? അത് ഉൾക്കൊള്ളുന്നില്ല, അവർ പഠിക്കുന്നില്ല. എന്നിട്ട് അള്ളാഹ് പറയാണ്, മാ അസാബക മിൻ ഹസനത്തിൻ, കേട്ടോളി, മാ അസാബക മിൻ ഹസനത്തിൻ, നിനക്ക് എന്തെങ്കിലും ഒരു ഹസനത്ത് നിനക്ക് ബാധിച്ചാൽ ഫമിൻ അല്ലാഹ്, അത് അള്ളാഹുവിൽ നിന്ന് തന്നെയാണ്. വമാ അസാക മിൻ സയ്യിഅത്തിൻ, എന്തെങ്കിലും ഒരു സയ്യിഅത്ത് നിനക്ക്, ഒരു ദുരിതം നിനക്ക് ബാധിച്ചാൽ ഫമിൻ നഫ്സിക, അത് നിന്നിൽ നിന്ന് തന്നെ, നീ തന്നെയാണ് നിന്റെ കാരണക്കാരൻ. അത് അള്ളാഹു തആല മേലെ പറഞ്ഞ ആയത്തിന്റെ സംശയം അവിടെ തീർത്തു. ഇനി അതിന്റെ മേലെ എന്ത് വേണ്ട? സംശയം ആവശ്യമില്ല. അപ്പൊ പിന്നെ ഹൈറും ഷെറും ഒക്കെ അള്ളാഹുവിൽ നിന്നാണെന്നുള്ള ഈമാൻ കാര്യങ്ങളിൽ പെട്ടതല്ലേ എന്നൊരു ചോദ്യം വരും. അപ്പൊ അതിന്റെ മറുപടി എന്താണ്? ഷെർ അള്ളാഹു തരുന്നതല്ല, മറിച്ച് എന്താണ്? അതെ, അല്ല, ഹൈറും ഷെറും അള്ളാഹുവിൽ നിന്നാണ് എന്നത് ഈമാൻ കാര്യങ്ങളിൽ അവസാനത്തതാണ്. അപ്പം ഹൈറും ഷെറും അള്ളാഹു തരുന്നു എന്നല്ലേ പഠിക്കുക? അങ്ങനല്ല, മറിച്ച് ആ പറഞ്ഞ സംഭവം എന്താണ്? നമുക്ക് ഹൈറാണോ ഷെറാണോ വരാൻ പോകുന്നത് എന്ന അറിവ് ആർക്കുണ്ട്? അള്ളാഹുവിനുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഹൈറെ അള്ളാഹു എന്ത് ചെയ്തിട്ടുള്ളൂ? നമുക്ക് ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഷെറിന് നമ്മളാണ് കാരണക്കാര്. മനസ്സിലായി പറഞ്ഞേ? എത്രമാത്രം എന്ന് പറഞ്ഞാല് ഇപ്പം പിന്നെ ഖുർആനിൽ അള്ളാഹ് ഷെറാണോ ഹൈറാണോ കൂടുതൽ പറഞ്ഞത്? എത്ര ഹൈറ്? 170ന്റെ മുകളിൽ 176ഓളം സ്ഥലത്ത് അള്ളാഹു ഹൈറ് പറഞ്ഞിട്ടുണ്ട്. ഷെറ് എന്നത് ആകെ 29 സ്ഥലത്തേ പറഞ്ഞിട്ടുള്ളൂ അള്ളാഹ് ഖുർആനിൽ. 29 സ്ഥലത്ത് മാത്രമേ എന്തിനെ പറ്റി പറഞ്ഞുള്ളൂ? അപ്പൊ എത്ര വ്യത്യാസം ഉണ്ട് നോക്കി നിങ്ങൾ. എന്ന് മാത്രമല്ല, ഒരു വസ്തുവിൽ ഇപ്പൊ ഹൈറും ഷെറും ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പൊ നമ്മൾ പറയാണ് പാമ്പിനെ പഠിച്ചില്ല, തേളിനെ പഠിച്ചില്ല, ഇതൊക്കെ നമുക്ക് ഷെറല്ലേ? ആരെ പറഞ്ഞ ഷെറാണ്? ഈ വസ്തുക്കളൊക്കെ ഭൂമിയിലെ ശുചീകരണ തൊഴിലാളികളാണ്. ഇപ്പൊ ഉറുമ്പ്, ഇപ്പൊ നമ്മൾ വീട്ടിൽ ഭക്ഷണം കഴിച്ച് ധൃതിയിൽ നമ്മൾ പോകുന്നു, ഭക്ഷണത്തിന്റെ വേസ്റ്റ് അവരുടെയും ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ആര് വന്നിട്ടുണ്ടാവും? ഉറുമ്പുകൾ വന്നിട്ടുണ്ടാവും. ഇവിടെ തേളും പാമ്പും എല്ലാം ശുദ്ധീകരണ വസ്തുക്കളാണ് ഭൂമിയിൽ. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, എന്നാൽ ഇതിനെക്കൊണ്ട് ഉപദ്രവം ഉണ്ടല്ലോ, എങ്കിൽ ആ ഉപദ്രവം ഉള്ള വസ്തു ഉപദ്രവമാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ആര് പറഞ്ഞു? അള്ളാഹ് പറഞ്ഞു. ഒരു ഉദാഹരണം പറയാം. നമ്മള് പിന്നെ ഇപ്പൊ ചെരുപ്പ് ഷൂവിന്റെ ഉള്ളിലും ബെഡിലും പെരന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ പാമ്പിനെ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു കാണാം, എല്ലാ വസ്തുക്കളുടെ ഉള്ളിലും. നിങ്ങൾ വെച്ചാൽ റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ വിരിപ്പിന്ന് എഴുന്നേറ്റ് പോന്നാൽ ആ വിരിപ്പിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ അതിൻ്റെ അടിയിൽ അതിൻ്റെ ഉള്ളിൽ വല്ല വള്ളിച്ചാതി, നമ്മുടെ നാട്ടിൽ പറയുന്ന വള്ളിച്ചാതി എന്നാ പറയാ, നാടൻ പ്രയോഗം, വല്ല എഴുജന്തുക്കളും കയറാൻ സാധ്യത ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? അത് നിങ്ങൾ കിടക്കാൻ പോകുമ്പോൾ കുടഞ്ഞിട്ടേ കിടക്കാവും. ഇല്ല എന്തെങ്കിലും തേളാക്കാര്യം. അപ്പം നമ്മൾ സുബീക്ക് എഴുന്നേറ്റ് പോയി, സുബീക്ക് എഴുന്നേറ്റ് മേലിന്ന് റൂമിൽ നിന്ന് എഴുന്നേറ്റ് സുബീക്ക് സ്കരിക്കാൻ വേണ്ടി താഴത്ത് വന്ന് സുബീസ്കാരം കഴിഞ്ഞ് നമ്മൾ റൂമിൽ കഴിഞ്ഞ് നമ്മളിപ്പോൾ പോന്നിട്ടല്ലേ ഉള്ളൂ, നമ്മൾ എഴുന്നേറ്റ് പോകുന്ന സ്ഥലമല്ലേ, അടപ്പം ഒന്നും ഉണ്ടാവില്ല വിചാരിച്ച് കിടക്കരുത് എന്ന്. അങ്ങനെ കിടക്കുകയാണെങ്കിൽ പോലും എന്ത് ചെയ്യണം? അതൊന്ന് തട്ടിയിട്ട് കിടക്കണം എന്ന്. വിളക്ക് കിടക്കണം എന്ന് പറഞ്ഞു. എന്താ കാരണം? വിളക്ക് തീയിനെ കൊണ്ട് തീ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഒരു ഇന്ധനം എന്ന് പറഞ്ഞത്, നമുക്ക് ഇന്ധനം ആവശ്യമാണ്. ഇന്ധനം എന്താണ്? തീയാണ്, അല്ലെ? ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ അത് ഒരുപാട്. അപ്പൊ ആ ഷെറിൽ നിന്ന് രക്ഷോദിക്കണം. മിൻ ഷർറി മാ ഖലഖ്, ഏതാ സൂറത്ത്? ഖുൽ ബിൽ ഫലഖ്. മിൻ ഷർറി മാ ഖലഖ്, നീ സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളെ ഷെറിൽ നിന്നും കാക്ക് പടച്ചോനെന്ന് പ്രാർത്ഥിക്കണം. സൂറത്തുൽ ഫലഖ് എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതാണ്. എപ്പോഴും അള്ളാനെ കാവൽ ചോദിക്കേണ്ട സൂറത്താണ്. കിടക്കുമ്പോഴും എഴുന്നേറ്റാലും ഇരിക്കുമ്പോഴും ഫറസ്കാത്തിന് ശേഷമൊക്കെ ചോദിക്കണം. ഒരു കത്തി, അതുകൊണ്ട് ഉപകാരമുണ്ട് ഉപദ്രവമുണ്ട്, അല്ലെ? അപ്പൊ മിൻ ഷർറി മാ ഖലഖ് പ്രാർത്ഥിക്കണം. അപ്പൊ അള്ളാഹു സൃഷ്ടിച്ച വസ്തുക്കളിൽ പോലും എന്തില്ല?
അള്ള ഗുണത്തിന് വേണ്ടിയാണ് ഇതൊക്കെ. കത്തി ഗുണത്തിന്, തീ ഗുണത്തൊക്കെ ഗുണത്തിനാണ്. അത് ദോഷാക്കി മാറ്റുന്നത് പോലും ആരാണ്? ഇപ്പൊ ദോഷം എന്ന് പറഞ്ഞ ഏത് വസ്തുക്കൾ നിങ്ങൾ എടുത്തു നോക്കി, മനസ്സിലാണ് പറഞ്ഞത്. രോഗം എന്ന അവസ്ഥ അള്ളാഹു നമുക്ക് തരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്, അല്ലെ? ശരിക്ക് അള്ളാഹു രോഗം തരികയാണോ അത് നമ്മളെ രോഗം ഉണ്ടാക്കുകയാണോ? നമ്മൾ രോഗം ഉണ്ടാക്കുകയാണ്, അല്ലേ? നമുക്ക് രോഗം എന്നത് നമുക്ക് നമ്മളെ ജീവിത ശൈലി കൊണ്ടും നമ്മളെ മറ്റു കാര്യങ്ങൾ കൊണ്ടും രോഗം ഉണ്ടാവുകയാണ്, നമ്മൾ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് പോലും റഹ്മാനായ, അവിടെ റഹ്മാൻ എന്ന സിഫത്ത് കാണാം. ആ റഹ്മാനായ റബ്ബ് നമ്മൾ കാരണം ഉണ്ടായ ഒരു കാര്യം പോലും നമുക്ക് അനുഗ്രഹമാക്കി മാറ്റി തരികയാണ്. നമ്മളെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ, നമ്മളെ തിന്മകൾ മായ്ക്കപ്പെടാൻ അള്ളാഹുതആല എന്ത് ചെയ്യാണ്? അതൊരു അനുഗ്രഹമാക്കിയിട്ട് അള്ളാഹുതആല മാറ്റിത്തരാ, റഹ്മത്താക്കി മാറ്റിത്തരാ, നമ്മളെ കൊണ്ടുണ്ടായത് വരെ. ഞാൻ ആ ഖുർആനിലെ ആയത്തിൻ്റെ ഇബ്രാഹിം നബി പറഞ്ഞ റബ്ബുൽ ആലമീൻ നമ്മൾ പഠിച്ചില്ലേ? റബ്ബുൽ ആലമീൻ പഠിച്ചപ്പോൾ ആ വാക്ക് വൈദാ മരിൽതു വഹുവ, എന്താ അതിൻ്റെ അർത്ഥം? വൈദാ മരിൽതു, ഞാൻ രോഗിയായാൽ എന്നാ, എനിക്ക് അള്ള രോഗം തന്നാൽ എന്നല്ല, മരിൽതു എന്നാ. വഹുവ യശ്ഫീൻ, ഞാൻ തന്നെ എനിക്ക് രോഗം ഉണ്ടാക്കുന്നത്. അപ്പൊ ആ രോഗം എനിക്ക് വന്നാൽ എനിക്ക് ഷിഫ നൽകുന്നത് ആരാ? അള്ളാഹുവാണ്. മരുത്തു എന്നാണ്. ഞാൻ രോഗിയായി, എനിക്കല്ല രോഗം തന്നു എന്നല്ല പറഞ്ഞത്. എനിക്കല്ല രോഗം തന്നാൽ എന്നല്ല പറഞ്ഞത്. മറിച്ച് എന്താണ്? ഞാൻ രോഗിയായി. കാരണം ആ രോഗിയാകാനുള്ള കാരണമുണ്ട്. അപ്പൊ ആ രോഗിയായി എനിക്ക് ഷിഫ നൽകുന്നത് ആരാ? അള്ളാഹുവാണ്. അതാണ് തൗഹീദ്. ഷിഫ നൽകുന്നത് ആരാ? അപ്പൊ രോഗിയാകാൻ കാരണം ഞാൻ തന്നെയാണ്. അതന്നെയാണ് ഇബ്രാഹിം നബി പറഞ്ഞത് ഇതാ മരിത്തു എന്നാ പറഞ്ഞത്. എന്നെ രോഗിയാക്കിയാൽ എന്നല്ല, ഞാൻ രോഗി ആയാൽ എന്നാ പറഞ്ഞത്. ആ വാക്ക് വരെ ശ്രദ്ധേയമാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. വമാ അർസൽനാക ലിന്നാസി റസൂല, നിന്നെ അള്ളാഹു റസൂലാക്കി നിയോഗിച്ചു. വകഫാ ബില്ലാഹി ഷഹീദ, നിങ്ങൾക്ക് എല്ലാത്തിനും സാക്ഷിയായിട്ട് ആര് മതി? അള്ളാഹു മതി. മൻ യുതിഇല്ലാഹ വമൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്, ആരെങ്കിലും റസൂലിനെ അനുസരിച്ചാൽ അവൻ ആരാണ് അനുസരിക്കണത്? അള്ളാഹിനെ. കാരണം എന്താ? റസൂല് പറഞ്ഞ കാര്യങ്ങളൊക്കെ അള്ളാഹ് പറഞ്ഞ കാര്യങ്ങളാണ്. വമൻ തവല്ല വമാ അർസൽനാക, ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ അള്ളാഹു തആല താങ്കളെ അവർക്ക് മേൽ ഒരു ഹഫീദായിട്ട്, സൂക്ഷിപ്പുകാരനായിട്ട് എന്തായിട്ടില്ല, നിയോഗിച്ചിട്ടുണ്ട്. പിന്നാലെ നടക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ പറഞ്ഞു കൊടുക്കുക, എത്തിച്ചു കൊടുക്കാന്ന് മാത്രം. അപ്പോൾ യഖൂലൂന ത്വാഅത്തിൻ, അവർ പറയും, അനുസരണ എന്ന് അവർ പറയും. ഫൈദാ ബറസൂ മിൻ ഇന്ദിക, നിന്റെ അടുക്കൽ നിന്ന് അവർ പുറപ്പെട്ടു പോയാൽ ബയ്യത്ത ത്വാഇഫത്തുൻ മിൻഹും ഗൈറല്ലദി തഖൂൽ, അവർ പറഞ്ഞതല്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് അവർ രാത്രി എന്താക്കും? കൂടിയാലോചന നടത്തും. അത് മുനാഫിക്കുകളുടെ സ്വഭാവമാണ്. ഇവന്റെ കൂടെ നിന്നിട്ട് വല്ലാഹു യക്തുബുമായി ഉപയോഗത്തിന്, അവർ രാത്രി ഇങ്ങനെ കൂടിയിരുന്ന് ഗൂഢാലോചന നടത്തുന്ന കാര്യമൊക്കെ ആര് എഴുതി വെക്കുന്നുണ്ട്? അള്ളാഹു എഴുതി വെക്കുന്നുണ്ട്. ഫഅലുദാനും, അതുകൊണ്ട് അവരിൽ നിന്ന് തിരിഞ്ഞു കളയുക. അപ്പോൾ തവക്കൽ അലല്ലാഹ്, അള്ളാഹു തവക്കലാക്കുക. വഖഫാ ബില്ലാഹി വക്കീല, വക്കീലായിട്ട് ആര് മതി? അള്ളാഹു മതി. അഫലാ യതദബ്ബറൂനൽ ഖുർആന, നിങ്ങൾ ഖുർആൻ തദബ്ബുർ ചെയ്യുന്നില്ലേ? അപ്പോൾ എന്തൊക്കെ ഈ വിഷയം ഒന്നിട്ട് കണക്റ്റാണ്. നമ്മളിത് ഒരുപാട് വിശദീകരിച്ച് പോകേണ്ടി വരും. അത് ഖുർആനിനെ നിങ്ങൾ തദബ്ബുർ ചെയ്യുന്നില്ലേ? ഇപ്പൊ ഇവിടെ വഖഫാ ബില്ലാഹി വക്കീല വരുന്നുണ്ട്, അതുപോലെ തന്നെ വഖഫാ ബില്ലാഹി ഹസീബ വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ആയത്തിൽ ഇടയ്ക്ക് വരുന്നുണ്ട്. അള്ളാഹു മതി എന്നുള്ളതാണ്, അള്ളാഹുവിൽ വരമേൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളണമെങ്കിൽ എന്ത് വേണം? ഖുർആൻ തദബ്ബുർ ചെയ്യണം. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ തദബ്ബുർ ചെയ്യുന്നില്ലേ? വലൗകാന മിൻ ഇന്ദി ഗൈരില്ല, ഇത് അള്ളാഹിന്റെ അടുക്കൽ നിന്നല്ല വന്നതെങ്കിൽ ലവജദൂ ഫീ ഇഖ്തിലാഫൻ കസീറ, ധാരാളം ഭിന്നാഭിപ്രായങ്ങൾ ഇതിൽ കാണുമായിരുന്നു. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നല്ലാതെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നല്ല ഈ ഗ്രന്ഥമെങ്കിൽ ഇതിൽ എന്ത് കാണും? വൈരുദ്ധ്യങ്ങൾ കാണും. മനുഷ്യന്മാരാരെ എഴുതിയാൽ എന്തുണ്ടാകും? വൈരുദ്ധ്യങ്ങൾ. ആദ്യം എന്ന് പറയും, പിന്നെ അതിന്റെ വേറെ അപ്പുറത്ത് വേറെന്ന് പറയും, ഇപ്പുറത്ത് വേറെന്ന് പറയും, അങ്ങനെ ഉണ്ടാവും. ഖുർആനിൽ എന്തില്ല? വൈരുദ്ധ്യങ്ങളില്ല. അപ്പം ഇവിടെ ഖുർആനിനെ നിങ്ങൾ തദബ്ബുർ ചെയ്യുമ്പോഴേ അതെന്താവുള്ളൂ, മനസ്സിലാവുള്ളൂ. എന്താ ഈ ആയത്ത്? എന്താ ഈ ഖുർആനിലെ ഒരുപാട് ആയത്തുകളുടെ
ഇനി ഞാൻ ഒന്നും കൂടി വിശദീകരിച്ച് പറഞ്ഞാൽ, പരിശുദ്ധ ഖുർആനിലെ ഒരുപാട് സൂറത്തുകളുടെ തുടക്കത്തിലെ ആയത്തിന്റെ വിശദീകരണമാണിത്. ഖുർആനിലെ പല സൂറത്തുകളും തുടങ്ങണം എന്തുകൊണ്ടാ അറിയാം? ഖുർആനെ പറ്റി സത്യം ചെയ്തും ഖുർആൻ ഇറങ്ങുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടാണ്. ഇത് ഖുർആൻ അള്ളാഹുവിൽ നിന്നാണ് എന്ന് ബോധ്യപ്പെടണമെങ്കിൽ എന്ത് വേണം? ഖുർആൻ തദബ്ബുർ ചെയ്യണം. അതാണ് ഈ പറഞ്ഞത്. അപ്പൊ ഖുർആൻ തദബ്ബുർ ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു അള്ളാഹു. അങ്ങനെ തദബ്ബുർ ചെയ്യുമ്പോൾ നമുക്ക് ബോധ്യപ്പെടൽ എന്താണ്? ഈ ഖുർആൻ അള്ളാഹുവിൽ നിന്ന് ഉള്ളത് തന്നെയാണ്, നമുക്ക് വേണ്ടി അള്ളാഹ് ഇറക്കിയതാണെന്ന് ബോധ്യപ്പെടും. അതുകൊണ്ട് നമ്മളിത് പഠിക്കല്ലേ, വേറെ നിർവാഹമൊന്നുമില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. ബാക്കി വൈദാ ജാഅഹും അംറു മിനൽ അംനി അവിൽ ഖൗഫി അദാഉ ബിഹി, എന്തെങ്കിലും ഒരു ഭയമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സുരക്ഷാ പ്രശ്നമോ അവരെ ബാധിച്ചാൽ അവരെന്താകും? അവരപ്പോഴേക്ക് ആകെ ഒരു പ്രയാസമുള്ളവരായിട്ട് അതിങ്ങനെ പ്രചരിപ്പിക്കുന്നൊരവസ്ഥയിലേക്ക് അവരെത്തും. എന്തെങ്കിലും അതായത് ഒരു യുദ്ധം വരുന്നുണ്ട് അല്ലെങ്കിൽ ശത്രുക്കൾ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു വിഷയം വന്നാൽ അപ്പോഴേക്ക് അവരത് എന്ത് ചെയ്യും? അത് ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ച് ആകെ വരാൻ പോകുന്നൊക്കെ പറഞ്ഞ് ആകെ പേടിപ്പെടുത്തും. ഓല റദ്ദുഹു ഇല റസൂലി, അങ്ങനെ നിങ്ങൾ അള്ളാഹുവിലേക്കും വയ്യ ഉരുൽ അംരി, അവിടെയുള്ള കൈകാര്യകർത്തമുള്ള ചെയ്യുന്ന ആളുകളിലേക്കും നിങ്ങളത് മടക്കുകയാണെങ്കിൽ അരിമഹുല്ലതിനെ യസ്തംബിത്തുനഹു മിൻഹും, അതിനെ ആരാഞ്ഞെടുക്കുന്നത്, പുറത്തു കൊണ്ടുവരുന്നതിനെ അവർക്ക് നിരീക്ഷിച്ച് അറിയാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വിഷയം, ഒരു സമാധാനപരമായൊരു കാര്യം അല്ലെങ്കിൽ ബയോസ്മായി സംബന്ധമായൊരു കാര്യം, അങ്ങനെ വല്ല കാര്യങ്ങളും അവർക്ക് ഒരായത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയം വരിക, അല്ലെങ്കിൽ അവർക്കിടയിലേക്ക് എന്തെങ്കിലും ഒരു ശത്രുക്കൾ ആരെയും വരുന്നു എന്നൊരു കാര്യം, അല്ലെങ്കിൽ സമാധാനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇങ്ങനെ വന്നാൽ അത് അവർ പ്രചരിപ്പിക്കുകയും എന്നാൽ അവർ അതിനെ റസൂലിലേക്കും അവരിൽ നിന്ന് കാര്യവിവരമുള്ള ആളുകളിലേക്കും മടക്കിയിരുന്നെങ്കിൽ അവരിൽ നിന്ന് അതിനെ നിരീക്ഷിച്ചെടുക്കുന്നവർ അതിനെക്കുറിച്ച് വേണ്ടത് അറിയുമായിരുന്നു. ഇസ്തിംബാത്താ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അവർ ചെയ്യേണ്ട രൂപത്തിൽ ഒരു കാര്യം വന്നാൽ എന്തിനാണ് ഇപ്പോൾ ഈ വിഷയം, എന്തിനാണ് ഇവിടെ സമാധാനവുമായി ബന്ധപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഈ ഭയവുമായി ബന്ധപ്പെട്ട കാര്യമെന്ന് അവർ ഇസ്തിംബാത്ത് ചെയ്ത് അവർക്കത് നിരീക്ഷിച്ചെടുക്കാമായിരുന്നു. എന്തിനാണ് ഈ വിഷയം എന്നുള്ളത്. വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചിട്ട് എന്ത് വേണ്ട, ഒരു ഭയമുണ്ടാക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ ആളുകൾക്ക് ഇടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന, ആശങ്ക ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരു മതത്തിനെ കാര്യങ്ങളെ കൊണ്ടുപോകേണ്ടിയിരുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് അതൊന്ന് വ്യക്തമായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് അനുസരിച്ച് പറഞ്ഞാലേ നമ്മളിപ്പോൾ ഒരു പരിപാടി നടത്തിയായിരിക്കാം, നമ്മളൊരു ഖുർആൻ ക്ലാസ് അല്ലെങ്കിൽ ഒരു സമ്മേളനം അല്ലെങ്കിൽ കുറച്ചൊരു നമ്മളെല്ലാവരും വിളിച്ചിട്ടൊരു പരിപാടി നടത്തി. അപ്പോൾ നമ്മൾ MES നടത്തിയായിരിക്കുക, അങ്ങനെ നടത്തുന്ന. അപ്പോൾ അതിൽ നമ്മൾ ഇസ്ലാമിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും ഖുർആനെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും കുടുംബജീവിതത്തിലെ സമാധാനത്തെക്കുറിച്ചും നമ്മൾ അള്ളാഹിനെക്കുറിച്ച് പേടിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്താൽ ചില ആൾക്കാർ എന്ത് ചെയ്യും, എല്ലാവരും ഒരേമാതിരി ആവില്ല. ചില ആൾക്കാർ പറയും എന്തിനാപ്പോൾ അത് ഇവിടെ പറഞ്ഞ്, എന്തിനാപ്പോൾ ഇവിടെ പറഞ്ഞ്, എന്തിനാപ്പോൾ അയാൾ അങ്ങനെ പറഞ്ഞത്, എന്തിനാക്കാം അയാൾ അങ്ങനെ പറയേണ്ടിയിരുന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ വിഷയമൊക്കെ എങ്ങനെ പറയാൻ പാടുണ്ടോ, അല്ലെങ്കിൽ ഇതൊന്നല്ലല്ലോ ഇപ്പം പറയേണ്ട വിഷയം. ഇങ്ങനെ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യും, ഇതിനാകെ ആശങ്കയിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ആകെ വസ്വാസം ഉണ്ടാക്കും. മനസ്സിലാണ്ടേ പറഞ്ഞേ? ഇപ്പോൾ ഒരാൾ നിസ്കാരത്തിൽ അത്തഹിയാത്തിൽ വിരലിളക്കുക, താടി വെക്കുക, താടി നീട്ടുക, അതുപോലെ തന്നെ നെര്യാണിക്ക് മുകളിൽ വസ്ത്രം എടുക്കുക, നെഞ്ഞത്ത് കൈ കെട്ടുക. അപ്പം അങ്ങനെ ഇതൊക്കെ പറയേണ്ട സമയം ഇപ്പം എന്താ ലോകത്തിൻ്റെ ലോകത്ത് മുസ്ലിമീങ്ങൾ ഇങ്ങനെ പ്രയാസപ്പെട്ട് ഇതാക്കി നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വിരലിളക്കണ കാര്യം, ഇങ്ങനത്തെ കാര്യമൊക്കെ പറയാണോ എന്ന് ചോദിക്കും. അപ്പം എന്താ ഈ ആൾക്കാർക്കിടയിൽ ആശങ്ക ഇല്ലേ? നമ്മൾ ലോകത്തെ മുസ്ലിമീങ്ങൾക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും, അതിനെക്കുറിച്ച് പറയണ്ടേ? പറഞ്ഞുകൊടുത്ത് പറയണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിക്കുന്നിടത്ത് പ്രാർത്ഥിക്കണം, ഒക്കെ ചെയ്യണം. അതുണ്ട് ലോകത്തെ മുസ്ലിമീങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ നിസ്കാരത്തിന്റെ കാര്യത്തിലും മറ്റുള്ള കാര്യത്തിലും റസൂൽ പഠിപ്പിച്ച സുന്നത്ത് പറയാതിരിക്കാൻ പറ്റുമോ? സുന്നത്ത് പറയാതിരിക്കാൻ പറ്റുമോ? അപ്പൊ ഇവിടെ എന്തായി? ഇത് പറയുമ്പോൾ എന്തായി? ഇതിപ്പോ വിരല് നമ്മൾ അനക്കലും താടി വെക്കലും നെര്യാണിക്ക് മുകളിൽ കൊടുക്കും, ഈ കാര്യങ്ങളൊക്കെ സൂക്ഷ്മത പാലിക്കണം എന്ന് പറയുന്നത് ഏതൊരു സമൂഹത്തോടാ? സുന്നത്തിനെ താല്പര്യപ്പെടുന്ന, സുന്നത്തെടുത്ത് സ്വർഗത്ത് പോകണമെന്ന് ആഗ്രഹിക്കണവരോടാണ് അല്ലെ? അതിനെടുത്തിട്ട് ഇങ്ങനെ പൊതുവൽക്കരിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ ആൾക്കാർ അന്ന് മുതലേ ഈ മുനാഫിക്കുകളായ നിഫാക്കുള്ള ആൾക്കാർ ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ ആകെ എന്താക്കും? അപ്പം ഇത് അള്ളാഹിലേക്ക് റസൂലിലേക്ക് കാര്യങ്ങളൊക്കെ മടക്കിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? നിങ്ങൾക്ക് ഈ കാര്യം എന്താന്ന്
മനസ്സിലാക്കാൻ, വിച്ഛേദിച്ച് മനസ്സിലാക്കാൻ, ഗ്രഹിക്കാൻ സാധിക്കുമായിരുന്നു. വലൗല ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു, അള്ളാഹിൻ്റെ റഹ്മത്തും അള്ളാഹിൻ്റെ ഫദ്ലും ഇല്ലെങ്കിൽ ലത്തബഅതുമു ശൈത്താന ഇല്ലാ ഖലീല, കുറച്ച് ആൾക്കാർ ഒഴികെ ബാക്കി ആൾക്കാരൊക്കെ ഷെയ്ത്താനെ പിൻപറ്റും. ഭൂരിപക്ഷം ആൾക്കാർ ഷെയ്ത്താൻ്റെ പിന്നാലെ പോവുക. ഫഖാത്തിൽ ഫീ സബീലില്ലാഹി ലാ തുകല്ലഫു ഇല്ലാ നഫ്സക വഹദിൽ മുഅ്മിനീൻ അസല്ലാഹു അൻ യഖഫ ബഅസല്ലദീന കഫറു വല്ലാഹു അശദ്ദു ബഅസൻ വഅശദ്ദു തൻഖീല. അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യണം. ഒരിക്കലും നിങ്ങൾക്ക് കൽപ്പിക്കാത്ത ഒന്നും, പറ്റാത്തൊന്നും അല്ല കൽപ്പിക്കുന്നില്ല. മുഅ്മിനീങ്ങളായ ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യണം? പിന്നെ അവർക്ക് നിങ്ങൾ പ്രചോദനം കൊടുക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കണം, അവർക്ക് വേണ്ട പ്രേരക കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഇസ്ലാമിക സമൂഹം നേരിടുന്ന വെല്ലുവിളികൾക്കെതിരിൽ ഒരു മുസ്ലിം സമൂഹത്തെ സജ്ജമാക്കാൻ കൽപ്പിച്ചുകൊണ്ടുള്ള ആയത്താണ് ആയത്ത്. അതിനുശേഷം അള്ളാഹ് പറയാണ്, ഇതൊക്കെ നമ്മൾ കുറേ വിശദീകരിക്കേണ്ട കേട്ടോ. കാരണം യുദ്ധമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്താ ഉണ്ടാകുക? യുദ്ധത്തിന് പോയാൽ എന്താ പോയിക്കുക? മരിക്കും, മരണമല്ലേ അല്ലേ? ഒരാൾ യുദ്ധത്തിന് പോയില്ല വിചാരിച്ച് പരി കുത്തിന് വിചാരിക്കുക, അയാൾ മരിക്കൂലേ? അള്ളാഹ് അവിടെ മരണം വിധിച്ചാൽ മരണം കെട്ടു വരൂലേ? മരണം കെട്ടു വരൂലേ? എത്ര ദിവസത്തെ ആശയം അള്ളാഹ് പറഞ്ഞല്ലേ? അപ്പൊ അതൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയാണ്, നോക്കി, മൻ യശ്ഫഇ ശഫാഅത്തൻ ഹസനത്തൻ, ആരെങ്കിലും ഒരാൾ ഒരു ശഫാഅത്ത് ചെയ്തു, ഒരു ശുപാർശ, ഹസനത്തൻ ഒരു നല്ല കാര്യം, ഒരു നല്ലതായ ശുപാർശ ഒരാൾ ചെയ്യുന്ന പക്ഷം, യക്കുൽ ലഹു നസീബു മിൻഹ, അവന് അതിൽ നിന്നുള്ളൊരു ഓഹരി ഉണ്ടായിരിക്കും. ദുനിയാവിൽ ഷഫായത്താണ്. അപ്പം എന്താണ് ഷഫായത്ത്? ഒരാൾ പറയാം, അയാളൊരു പാവാണ്, അയാൾക്ക് നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കി എന്ന് പറഞ്ഞാൽ നിങ്ങളത് ചെയ്തു കൊടുത്തു. ചെയ്തു കൊടുത്താൽ നിങ്ങൾക്കും കൂലി കിട്ടും, ഈ പറഞ്ഞാക്കും കിട്ടും കൂലി. മനസ്സിലല്ലേ പറഞ്ഞേ? ഒരാളുടെ ഒരു പ്രയാസം ഒരാളെ അറിയിച്ചു. അപ്പോൾ അറിയിച്ചപ്പം അയാൾ എന്താക്കി? അയാൾ മറ്റാളെ സഹായിച്ചു. അപ്പം നമ്മൾ എന്തേ ചെയ്തിട്ടുള്ളൂ? അറിയിച്ചിട്ടേ ഉള്ളൂ, ഒരു ശുപാർശ ചെയ്തിട്ടേ ഉള്ളൂ. അത് കൊടുക്കേണ്ട കേസ് തന്നെയാണ്, അത് നമ്മൾ ചെയ്യേണ്ടതാണ്, അത് അങ്ങനത്തെ ഒരാളാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പറഞ്ഞതിനുള്ള വിഹിതം നമുക്ക് കിട്ടും. നോക്കി, യക്കുൻ ലഹു നസീബുന വമൻ യശ്ഫഉ ശഫാഅത്തൻ സയ്യിഅത്തൻ. ഇനി ഒരാൾ ഒരു ചീത്ത കാര്യത്തിനാണ് ശുപാർശ ചെയ്തത്, ഒരു ദുഷിച്ച ശുപാർശ ഒരാൾ ചെയ്തു, എന്നാൽ വായിക്ക്, യക്കുൻ ലഹു കിഫിലുൻ മിൻഹ, അവന് അതിൽ നിന്നുള്ളൊരു പങ്കും ഉണ്ടായിരിക്കും. ഒന്ന് കിഫിലാണ്, ഒന്ന് നസീബാണ്. രണ്ടും നമ്മൾ പിന്നെ പഠിക്കട്ടെ, ഞാൻ പിന്നെ പറഞ്ഞു തരണ്ടേ. രണ്ടും അർത്ഥം എന്താണ്? ആയത്ത് ഒന്ന് ശ്രദ്ധിക്കുക, പറഞ്ഞപ്പോൾ അവസാനിപ്പിക്കാം. എന്താണ് ആയത്ത്? ഒരു നല്ല ഷഫായത്ത് ചെയ്താൽ അവൻ എന്തുണ്ട്? യക്കുൻ ലഹു നസീബു മിൻഹ എന്നാ പറഞ്ഞത് അല്ലേ? ഇവിടെ എന്താ പറഞ്ഞത്? യക്കുൻ ലഹു കിഫിലു മിൻഹ. അതിൻ്റെ ഇവിടെ നസീബ് പറഞ്ഞ് പഠിക്കാണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ കാരണം നസീബ് എന്നത് ഖുർആനിൽ പ്രയോഗിച്ച ചില പ്രയോഗങ്ങൾ ചില സ്ഥലത്ത് വന്നിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ചേർത്ത് പഠിക്കാനുള്ളതാണ്. ഞാൻ പിന്നീട് പറയാം ഇൻഷാ അല്ലാഹ്. പറഞ്ഞാൽ കുറേ നമുക്ക് പറയാനുണ്ട്. യക്കുൻ ലഹു കിഫില, അവന് അതിൻ്റെ ഒരു ഓഹരി ഉണ്ടായിരിക്കും. ഒരാൾ പിന്നെ ഒരു തിന്മ ഒരു നാട്ടിൽ തുടങ്ങി, അത് ചെയ്യാനുള്ള സപ്പോർട്ടും ചെയ്തു കൊടുത്തു. അതിന് ആരെ കൊണ്ടൊക്കെ പറയിപ്പിക്കണം, അവരെ കൊണ്ടൊക്കെ പറയിപ്പിച്ചു. ഒരാൾ പറഞ്ഞു നമുക്കൊരു ക്ലബ്ബ് തുടങ്ങണം. അപ്പോൾ ക്ലബ്ബ് തുടങ്ങുന്ന തടസ്സമുണ്ട്. അപ്പം പറഞ്ഞു ഞാൻ മുന്നിനോട് പറഞ്ഞോളാം. അങ്ങനെ അയാളെ ശുപാർശ പറഞ്ഞിട്ട് ആ ശുപാർശ കൊണ്ട് എന്താക്കി ഒരു ക്ലബ്ബ് തുടങ്ങി. അവിടെ കള്ളുകൂടിയും ചീട്ടുകളിയും മറ്റുള്ള പരിപാടിയൊക്കെ നടക്കുന്നത്. അപ്പം ഇയാൾ അതിനു വേണ്ടി ചെയ്തു കൊടുത്ത സൗകര്യം, ശുപാർശ, റെക്കമെൻഡ് എന്താണ്? അവിടെ നടക്കണ ഓരോ കള്ളുകുടിൻ്റെയും കുറ്റം ആർക്കുണ്ട്? ഈ ദുഷിച്ച കാര്യത്തിന് ശഫാഅത്ത് ചെയ്തവന് ശുപാർശ പറഞ്ഞവനുണ്ടായിരിക്കും. ബാക്കി അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖീത്ത്, അള്ളാഹു എല്ലാ കാര്യത്തെയും മേൽനോട്ടം വഹിക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു തആല. അപ്പം എല്ലാ കാര്യങ്ങളും അള്ളാഹു തആല അള്ളാഹു അറിയുന്നു, അവൻ എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയാത്തതുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയും ഒരു സമയത്തും ഒരു നേരത്തും നടക്കുന്നില്ല. ഫൈദാ ഹുയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യു ബിഅഹ്സനി മിൻഹാ ഔ റുദ്ദൂഹാ. അപ്പോൾ അതിന് ശേഷം വേറൊരു വിഷയമാണ്, പക്ഷെ നമുക്ക് വിചാരിക്കുന്നത് ബന്ധമില്ലാന്ന്. നിങ്ങൾ അഭിവാദ്യം ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് അഭിവാദ്യം ചെയ്തതിനേക്കാൾ നല്ലത് അങ്ങോട്ട്, ഏറ്റവും നല്ലത് അഭിവാദ്യം ചെയ്യണം. അല്ലെങ്കിൽ ആ പറഞ്ഞത് മടക്കെങ്കിലും ചെയ്യണം. ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്ന് പറയണം. ഒരാൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു പറയണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാൽ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയണം. അതപ്പം ഒന്നുകിൽ എന്ത് ചെയ്യണം? ആ പറഞ്ഞതെങ്കിലും മടക്കണം, അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് മടക്കണം. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഹസീബ, അള്ളാഹു തആല എല്ലാ കാര്യത്തിൻ്റെ കണക്ക് നോക്കും.
അള്ളാഹു താല എല്ലാ കാര്യത്തിൻ്റെയും കണക്ക് കൃത്യമായി നോക്കുന്നവരാണ് ആര്? അള്ളാഹു താല. അപ്പൊ എന്താണ് ഈ ഇത് തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാണ്? ഇപ്പൊ ഷഫാഅത്ത് ഈ സലാം നമ്മളെ ബന്ധം എന്താ? രണ്ടാമത്തെ ആയത്തിൽ സലാം പറയലല്ലേ അല്ലേ? ഒന്നാമത്തെ അതിന് മേലുള്ള ആയത്തിൽ ഷഫാഅത്തല്ലേ? എന്താ ബന്ധം? ആണ്. പക്ഷെ ചിലത് എന്ത് ചെയ്യേണ്ടി വരും? സലാം പറഞ്ഞ് വിടേണ്ടി വരും. വൈദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു ഖാലു സലാമ. സലാം പറയണം. ഇപ്പം നമ്മുടെ അടുത്തൊരു വിവരമില്ലാത്ത ഒരാൾ വന്നിട്ടേ ഇങ്ങനെയൊക്കെ ഒന്ന് നമുക്ക് അത് തുടങ്ങല്ലേ, നമുക്ക് ഒരു അവിടെ റൂം എടുക്കല്ലേ, അവിടെ ഒരു പരിപാടി തുടങ്ങല്ലേ എന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈക്കും മനസ്സിലായില്ലേ? അഭിവാദ്യം ചെയ്ത് വിടുക, ഞാൻ പറഞ്ഞു വിടുക. അതാണിപ്പം ഈ ഷഫാഅത്തായിട്ട് ബന്ധപ്പെട്ട് അതിലേക്ക് ചേർത്ത് പറയാനുള്ളത്. ഇതല്ല അത് വേറെ ഒരു സബ്ജക്റ്റായിട്ട് ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ സമൂഹത്തിൽ സലാം പ്രചരിപ്പിക്കേണ്ടത് ആവശ്യകതയുമായി ബന്ധപ്പെട്ട് അങ്ങനെ നമുക്ക് അതിനെ വിശദീകരിക്കാം. ശരി, അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ നന്മകളിലും സഹകരിക്കാനുള്ള നല്ല മനസ്സ് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ കലാമ് പഠിക്കാൻ വേണ്ടി നമ്മൾ നീക്കി വെച്ച ഈ സമയം നാളെ പരലോകത്ത് നമുക്ക് സ്വർഗത്തിൽ പദവി ഉയരാനുള്ള അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിക്കാനുള്ള താല്പര്യം മരണം വരെ നടത്തി തരുമാറാവട്ടെ. ഇതിലൊന്നും എല്ലാ തടസ്സങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.